ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ സ്റ്റൈലിൽ എങ്ങനെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാമെന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് 1 കിലോ ബീഫാണിത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒരു മീഡിയം സൈസിലെ 2 സവാള, അതുപോലെ തന്നെ ഒരു തക്കാളി, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ 1 ടീസ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല. കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കുക, അല്ലാത്തവർക്ക് കുറച്ചെടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഉലുവ, ഗരം മസാല കുറച്ച് ചേർത്തിട്ടാൽ മതി. 1/4 ടീസ്പൂൺ ചേർത്തിട്ടാൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്തെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഴക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ മുളക് പൊടിയൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചെറിയ ഉള്ളി നമുക്ക് വറവിട്ടെടുക്കാനുള്ള ചെറിയ ഉള്ളി മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഏകദേശം ഒരു ബ്ലാക്ക് കളറായിട്ടോ വരിക, കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ. ബീഫ് കൂടെ റെഡിയായി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊരു 8 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെ വേവിച്ചെടുക്കുന്നത് ആ ഒരു രൂപത്തിൽ എങ്ങനെയാലും ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ബീഫ് എങ്ങനെ വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ. പിന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആവിയൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്യാനായിട്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉള്ളിയിലാണ് കേട്ടോ താളിച്ചെടുക്കേണ്ടത്.
നമ്മളെ ബീഫൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. വെള്ളം പോലും തുള്ളി വെള്ളം ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ തുള്ളി വെള്ളമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടെ ചേർത്തെടുക്കട്ടെ ഈ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.